തമിഴ്നാട്ടിലെ കരൂർ ജില്ലയിലെ വേലുസ്വാമിപുരത്തുള്ള ആ റോഡിലാണ് ഞങ്ങൾ. ഇവിടെ ഏകദേശം 6 മാസം മുൻപ് 2025 സെപ്റ്റംബർ 27-ന്. അപ്പോഴാണ് വിജയുടെ വാഹനം ഇവിടെ എത്തിയതും ഇരുവശത്തും ആളുകൾ തടിച്ചുകൂടിയിരുന്നതും. കരൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന സ്ത്രീകളും കുട്ടികളും യുവാക്കളും പുരുഷന്മാരും ഏകദേശം 6 മുതൽ 8 മണിക്കൂർ വരെ അദ്ദേഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം വന്ന് കുറച്ചു സമയത്തിന് ശേഷമാണ് ആ ദുരന്തം അരങ്ങേറിയത്. ആ ദുരന്തത്തിൽ 41 പേർ മരിച്ചു. ഇത് നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ കഴിയാത്തതിന് വിജയ് കുറ്റപ്പെടുത്തപ്പെട്ടു. മറ്റ് പല ചോദ്യങ്ങളും ഇതോടൊപ്പം ഉയർന്നു വന്നിട്ടുണ്ട്. CBIയും എപ്പോഴും ഈ പ്രത്യേക കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കരൂരിൽ സെപ്റ്റംബർ 27-ന് ഒരു TVK റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിനും പെട്ട് ദാരുണമായി മരണപ്പെട്ട രവികൃഷ്ണയുടെ അമ്മയോടൊപ്പമാണ് ഞാനിപ്പോൾ. തൻ്റെ മകൻ ഇനിയില്ല എന്നത് അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്നും അവൻ്റെ മൊബൈൽ ഫോണിലെ ഓഡിയോകളും വീഡിയോകളും കേൾക്കുമ്പോൾ ഇപ്പോഴും അവനോട് സംസാരിക്കുന്നതായി തോന്നുന്നുവെന്നും ആ അമ്മ പറയുന്നു. അവർക്കിപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പയ്യൻ പോയത് തന്നെയാണ്. നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് വെറുതെ ആയിപ്പോയല്ലോ, പയ്യനെ നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ളതാണ്. എനിക്കത് വളരെ വലിയൊരു മനപ്രയാസമായിട്ടുണ്ട്. സംസാരിച്ചുകൊണ്ടേയിരിക്കും, അമ്മ 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 അമ്മ, എപ്പോ നോക്കിയാലും അമ്മ വിളിച്ചുകൊണ്ടേയിരിക്കും. പാരാമ സച്ചിൻ അമ്മേന്ന് വിളിക്കുന്നുമില്ല. ഇവിടെ പോയി അന്വേഷിച്ചിട്ട് അവിടെ ഇല്ലെന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴാണ് അത്ര ആംബുലൻസിൽ കൊണ്ടുവന്ന് ഇറക്കിയത്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് വന്ന് രവി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ഡോക്ടറിൻ്റെ അടുത്തെല്ലാം വഴക്കിട്ടത്രേ. നന്നായി നോക്ക്. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ലപ്പാ പൾസൊന്നും കാണിക്കുന്നില്ല, നിങ്ങൾ തന്നെ നോക്കിക്കോ എന്ന് പറഞ്ഞ് പൾസ് വെച്ച് നോക്കിയിട്ട് പൾസൊന്നും കാണിച്ചില്ല. അവർ മരിച്ചുപോയി എന്ന് പറഞ്ഞതിന് ശേഷം എന്നെ വിളിക്കാതെ പാപ്പയെ വിളിച്ച് രവി നമ്മളെ വിട്ടുപോയി എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് മോൻ ഇങ്ങനെയായി എന്ന്. അതുവരെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. നിങ്ങളെല്ലാവരും വിജയിനെ കാണണമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു പോയിരുന്നത്. നിങ്ങളും കുഞ്ഞും പോയിരുന്നു. ഞങ്ങളെല്ലാവരും പോയിരുന്നു. വീട്ടിലുള്ള എല്ലാവരും തന്നെ പോയിരുന്നു. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ ഇവിടെ ഒരുപാട് പേർ തല കറങ്ങി വീണു. എത്ര പേർ മരിച്ചു, എന്താണെന്നോ എന്നതിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് ഞങ്ങൾക്കറിയില്ല. ഞാൻ എൻ്റെ മോനെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫോൺ ചെയ്ത് വിളിക്കാൻ തുടങ്ങി, തിരയാൻ തുടങ്ങി. തിരയേണ്ട അളവുക്ക് അവിടെ എന്ത് പറ്റി എന്ന് വിചാരിച്ചപ്പോഴാണ് ഇദ്ദേഹവും ഉടനെ വണ്ടിയെടുത്ത് ഇദ്ദേഹവും തിരഞ്ഞു പോയത്. പിന്നെ ഫോൺ കിട്ടിയെന്ന് അവർ പറഞ്ഞു. ഫോൺ ആ ജനറേറ്ററിൻ്റെ അടുത്ത് കിടപ്പുണ്ടായിരുന്നു അമ്മേ. ഒരാളെടുത്ത് തന്നു. എടുത്തു വെച്ചിട്ടുണ്ട്, വന്ന് വാങ്ങാൻ പറഞ്ഞു. പോയി വാങ്ങിയിട്ട് വന്നിട്ട് ഞാൻ വീണ്ടും ഫോൺ ചെയ്യുന്നു. അവൻ ഫോൺ എടുക്കുന്നു, സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവനെ വഴക്ക് പറയുന്നു. ശനി പിടിച്ചവനെ, എവിടെ പോയി തൊലഞ്ഞടാ. ഫോൺ എടുക്കാത്തതിന് അച്ഛനും അമ്മയും രവിയെ വിളിച്ചപ്പോൾ ഫോൺ മാത്രമാണ് കിട്ടിയത്. രവിയെ കിട്ടിയില്ല എന്നാണ്. അടുത്തുള്ള ആശുപത്രികളിലും ഗ്രൗണ്ടിലുമെല്ലാം തിരഞ്ഞു നോക്കിയിട്ട് അവിടെ ഇല്ലെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് അവർ GGHലേക്ക് പോയത്. GGHൽ പോയതിന് ശേഷമാണ് രവി നമ്മളെ വിട്ടുപോയി എന്ന് അവർ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞത്. അതിനുശേഷമാണ് ഞങ്ങൾ ഓരോരുത്തരെയായി കൊണ്ടുവരുമ്പോൾ ആ കരച്ചിലിൻ്റെ ശബ്ദം. അതുകൊണ്ട് ഞങ്ങൾക്കടുത്ത് ആ ടൈമിൽ ആ സമയത്ത് ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. മറ്റന്നാളാണ് എല്ലാവരും വീട്ടിലേക്ക് വന്നത്. എല്ലാവരും തന്നെ വന്ന് ആശ്വാസമൊക്കെ പറഞ്ഞു, കണ്ടിട്ട് പോയി. എല്ലാം തരൂ, പണമൊക്കെയും തന്നു, എല്ലാം ചെയ്തു. ഇപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? നിങ്ങളുടെ മൈൻഡിൽ എന്താണ് ഉള്ളത്? ഞാൻ എന്താ വിചാരിക്കുന്നതെന്നാ, ഇനിമേൽ ഇതുപോലൊരു സംഭവം നടക്കരുത്. രണ്ടാമത്തെ കാര്യം, അവർക്ക് കുറച്ചുകൂടി വലിയൊരു സ്ഥലം കൊടുക്കാമായിരുന്നു. അതുകൊണ്ടാണ്, കാരണം വലിയൊരു സ്ഥലമായിരുന്നെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ 4 പാട് ഓടിപ്പോവായിരുന്നു. ആ സ്ഥലം വളരെ ചെറിയൊരു സ്ഥലമാണ്. നോക്കൂ, പോലീസ് സുരക്ഷയില്ല, ഒന്നുമില്ല, വെള്ളത്തിനൂടെ സൗകര്യം ഒന്നുമേ ഇല്ല. അതിനെ നമ്മൾ ഇവിടെ എന്താണ് നടന്നതെന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം വേണമെന്ന് തോന്നും തീർച്ചയായും. കാരണം ആ കുട്ടി എങ്ങനെ പോയെന്നുള്ളത് നമുക്കറിയില്ല. തള്ളിയിട്ടതാണോ, അതോ അവൻ പോയി വീണതാണോ, അതോ അവൻ ആരെങ്കിലും തൂക്കാൻ പോയപ്പോൾ അവിടെ കേട്ടതനുസരിച്ച് എന്താണ് പറഞ്ഞതെന്നാൽ, നിങ്ങൾ താഴെ കിടക്കുകയാണെങ്കിൽ നിങ്ങളെ പൊക്കാൻ വന്നാൽ ഞാൻ ചത്തുപോകും. അതിനെക്കുറിച്ച് അവർ ചോദ്യം ചെയ്തു. ഞങ്ങളെയും വിളിച്ചിട്ടാണ് CBIയിൽ ചോദ്യം ചെയ്തത്. 3 മണിക്കൂർ ചോദ്യം ചെയ്തു. എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളോട് വീണ്ടും എല്ലാം ചോദിച്ചു. ഇവിടെ നിങ്ങളോട് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് അവരോടും പറഞ്ഞത്. എന്ത് തീരുമാനമാണ് വരുന്നതെന്നറിയില്ല. ഈ തീരുമാനം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം മനസ്സിന് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഒന്നും കിട്ടില്ല. പരിഹാരം ഇനി ആരാണ് ആരുടെ മേലാണ് തെറ്റ് എന്ന് പറഞ്ഞാലും എൻ്റെ മോൻ വരാൻ പോകുന്നില്ലല്ലോ. അല്ല, ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? എന്ത് നടന്നു, എങ്ങനെ നടന്നു എന്ന് ഇതുവരെ ഞങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ഞാൻ ജോലിക്ക് പോകുമ്പോൾ ആ വഴിക്ക് ആ സ്ഥലം കണ്ട എനിക്ക് പേടിയാവും. ആ മരം വെട്ടിയിട്ടും ആ മരം പോലും ഇപ്പോൾ നന്നായി തളർത്ത് മുകളിലേക്ക് വളർന്നു വന്നു. ആ മരം പോലും തളർത്തല്ലോ. എൻ്റെ മോൻ പോയതിന് എന്തു പറ്റിയെന്നറിയില്ല. ആരോടൊന്നും സംസാരിച്ചില്ല. ആശ്വസിപ്പിക്കാനാവാത്ത നഷ്ടം. ഒരു കോടതിക്കും ഒരു രാഷ്ട്രീയ നേതാവിനും ഒരു നഷ്ടപരിഹാരത്തിനും ഒരിക്കലും നികത്താനാവാത്ത ഒന്ന്.
എൻ്റെ കൂടെ മണിമേഖലയുണ്ട്. അവരൊരു സാമൂഹിക പ്രവർത്തകയാണ്. ഈ സംഭവത്തിന് ശേഷം വളരെ പ്രസക്തമായ ചില ചോദ്യങ്ങൾ അവരുന്നയിച്ചിരുന്നു. സത്യത്തിൽ അവരുടെ വീഡിയോ വൈറലാവുകയും ചെയ്തു. നിങ്ങൾ അന്ന് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിച്ചു. നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ അന്ന് 41 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. എന്താണ് സംഭവിച്ചത്? നിങ്ങൾ അവിടെ പോയി നോക്കിയോ? ശനിയാഴ്ച ആയതുകൊണ്ട്, സാറ്റർഡേ ആയതുകൊണ്ട് ഒരുപാട് ജോലിക്ക് പോയിട്ട് വരുന്നവരും കൂടി വരുന്നത് പോലെ ആയിപ്പോയി. അതുകൊണ്ട് വന്ന് ഭയങ്കര ക്രൗഡായിപ്പോയി. വെച്ചോടും. അതും വന്ന് അദ്ദേഹത്തിൻ്റെ വണ്ടി വന്നതിൻ്റെ പിന്നാലെ തന്നെ ആ വണ്ടിയും വന്നു. ആ നേർക്കുള്ള വണ്ടിക്ക് മാത്രമേ ആ സ്ഥലത്ത് നിൽക്കാൻ കഴിയൂ. നിങ്ങൾ കണ്ടാലറിയാം. കാരണം നടുവിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നോക്കാം, കുഴപ്പമില്ലായിരുന്നു നോക്കാം. മുഴുവനും വെച്ചിരിക്കുകയാണ്, ഒതുങ്ങാൻ വഴിയൊന്നുമില്ല. അതുകൊണ്ട് മുഴുവനും പോയി ആ തകിടിന് മുകളിൽ വീണതുകൊണ്ട് ആ പ്രശ്നം മാത്രമേ അടന്നു. തിക്കും തിരക്കായിരുന്നു. സിദ്ധനാർ അദ്ദേഹം വന്നു എന്ന് പറഞ്ഞ ഉടനെ എൻ്റെ അടുത്തേക്ക് വണ്ടി വരാൻ തുടങ്ങി. വണ്ടി വരാൻ തുടങ്ങിയ ഉടനെ എന്തു പറ്റി എന്ന് വെച്ചാൽ വലിയ പ്രശ്നമായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം 5 മിനിറ്റിനുള്ളിൽ ഇദ്ദേഹത്തിൻ്റെ വണ്ടി പറക്കാൻ തുടങ്ങി. ഇതിലാണ് വണ്ടി പോയത്. കാരണം പോയിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് പോലും ആയില്ല. വണ്ടി ഇത്രയും വേഗത്തിൽ പോകുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ എല്ലാം ചിന്ന ഭിന്നമായി. എനിക്കത് പറയാൻ വാക്കുകളില്ല. ഒരു 2 കുട്ടികൾക്കൊരു 8.25 പ്രായം ഉണ്ടാവും. ബാക്കിൽ തുണിയേ ഇല്ല. അങ്ങനെയാണ് വരുന്നത്. ഷാൾ പുതച്ച് വന്ന് ഈ കടയിൽ നിന്നാണ് ഒരു ടോപ്പ് എടുത്ത് കൊടുത്തിട്ട് അത് ഇട്ടിട്ടാണ് ആ പെൺകുട്ടി പോയത്. കമ്മലെല്ലാം കാണാനില്ല. ഒരു 50 പേരെങ്കിലും ഞങ്ങളെ ചവിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഏത് ദൈവത്തിന്റെ പുണ്യമോ ഞങ്ങൾ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് അവർ വന്നു. ആക്ച്വലി അയാൾ പോയി. ആ തലൈവയുടെ കൂട്ടത്തിൽ പോയ ആളുടെ റിയാക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ കാരണം ഒരു 40 ജീവൻ ഇന്ന് ബാധിക്കപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ തിരിച്ചുവിട്ട് ആ ഫ്ലൈറ്റ് മുകളിലൂടെ പോകാൻ ചാൻസ് ഇല്ല. നിങ്ങളുടെ പേരെന്താണ്? സെൽവി. കുട്ടികളൊക്കെ അവിടെ കാണാൻ പോയിരുന്നോ? പോയിരുന്നു. പോയ ഉടനെ വന്ന് വിജയെ കാണാൻ വേണ്ടിയാണ് പോയിരുന്നത്. കാണാൻ വേണ്ടിയാണ് പോയത്. പോയ ഉടനെ അദ്ദേഹം മുകളിൽ കയറി നിന്ന് സംസാരിക്കാൻ തുടങ്ങിയതും ആൾക്കൂട്ടമാണെന്ന് പറഞ്ഞ് ഞാൻ വന്നു, കൂട്ടിക്കൊണ്ടും വന്നു. ഈ നാട്ടിലെ സംഭവം നടന്നില്ലേ? അത് വളരെ അൺഫോർച്ചുനേറ്റ് ആയ ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് ദേഷ്യമാണോ അതോ അതുപോലത്തെ? ദേഷ്യമല്ലത്, പ്രതീക്ഷിക്കാതെ വന്നതാണ്. ഇങ്ങനെ ആകുമെന്ന് അറിഞ്ഞിട്ട് ആരും പോയതുമില്ല. പ്രതീക്ഷിക്കാതെ വന്നുപോയി. അതിൽ വിജയുടെയും ഫോൾട്ട് നിങ്ങൾക്ക് തോന്നിയില്ല? വിജയുടെ ഫോൾട്ട് തോന്നിയില്ല. നിങ്ങളുടെ നെയ്ബേഴ്സ്, അതിലൊരു പയ്യൻ മരിച്ചു പോയില്ലേ? അവരും അങ്ങനെ തന്നെയാണോ സംസാരിക്കുന്നത്? അവരും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. എന്താ പറയാ? അവരും പറയുന്നത് വിജയുടെ മേൽ തെറ്റില്ലെന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ മേൽ തെറ്റില്ല. ഇങ്ങനെ നടക്കുന്ന അറിയില്ലായിരുന്നു. സംഭവിച്ചു.